ഒടുവിൽ ചൈനയും ഇന്ത്യൻ പക്ഷത്തേക്ക്. അജിത് ഡോവൽ ഓപ്പറേഷൻ പാലിക്കും. ഉഭയകക്ഷി ബന്ധം എത്രയും വേഗം സാധാരണ നിലയിലാക്കാൻ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് ചൈന അറിയിച്ചു. 5 വർഷത്തിന് ശേഷം നടക്കുന്ന ഇന്ത്യ-ചൈന പ്രത്യേക പ്രതിനിധികളുടെ ചർച്ചയുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വക്താവ് ലിൻ ചിയാൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൊവ്വാഴ്ച ബെയ്ജിംഗിലെത്തി. ബുധനാഴ്ച നടക്കുന്ന ചർച്ച അതിനിർണായകമാണ്. അതിനു മുമ്പാണ് ഈ പ്രസ്താവന. ഇരു രാജ്യങ്ങളുടെയും പ്രധാന താൽപര്യങ്ങളെയും ആശങ്കകളെയും പരസ്പരം ബഹുമാനിക്കുക, ചർച്ചയിലൂടെയും ആശയവിനിമയത്തിലൂടെയും പരസ്പര വിശ്വാസം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭിന്നതകൾ ആത്മാർത്ഥതയോടെയും വിശ്വാസത്തോടെയും കൃത്യമായ വിധത്തിൽ പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രത്യേകം എടുത്തു പറഞ്ഞു. ചൈനയുടെ പ്രതിനിധിയായ വിദേശകാര്യമന്ത്രി വാങ് യി ആയിരിക്കും ബുധനാഴ്ച നടക്കുന്ന ചർച്ചയെ നയിക്കുക. കിഴക്കൻ ലഡാക്കിലെ സൈനിക പിന്മാറ്റം പൂർത്തിയായ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2019 ഡിസംബറിലാണ് അവസാനമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉന്നതതല പ്രതിനിധി ചർച്ച നടന്നത്. അതിർത്തി പ്രദേശങ്ങളായിരുന്നു ഇതിൽ പ്രധാനമായും ചർച്ച ചെയ്തത്. കിഴക്കൻ ലഡാക്കിലെ സൈനിക പിന്മാറ്റം ഘട്ടം ഘട്ടമായി പൂർത്തിയായതായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ആഴ്ച പാർലമെന്റിൽ അറിയിച്ചിരുന്നു. ഇന്ത്യയും ചൈനയുമായുള്ള നയതന്ത്ര ബന്ധത്തിലെ പുരോഗതിക്കായി അതിർത്തി മേഖലകളിൽ സമാധാനപരമായ അന്തരീക്ഷം ഒരുക്കേണ്ടതുണ്ടെന്നും ജയശങ്കർ പറഞ്ഞു. ഇന്ത്യ-ചൈന അതിർത്തി പ്രദേശങ്ങളിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ പട്രോളിംഗ് സംബന്ധിച്ച് ഇക്കൊല്ലം ഒക്ടോബറിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഐക്യത്തിലെത്തിയിരുന്നു. ഈ വർഷത്തെ കണക്കനുസരിച്ച് ചൈനയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ഇന്ത്യയാണ്. $118.4 ബില്യൺ, ഏതാണ്ട് 10 ലക്ഷം കോടി രൂപ. അമേരിക്ക രണ്ടാമതാണ്, $118.3 ബില്യൺ. വ്യാപാരമാന്ദ്യവും കടുത്ത തൊഴിലില്ലായ്മയും നേരിടുന്ന ചൈനയ്ക്ക് ഇന്ത്യയുമായുള്ള അതിർത്തി സമാധാനം പലതരത്തിൽ ഗുണകരമാണ്. ഇന്ത്യയുടെ വലിയ കമ്പോളമാണ് ആദ്യത്തേത്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ജയിച്ചതോടെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് കടുത്ത നികുതി ചുമത്താനുള്ള സാധ്യതയാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് തെക്കൻ ചൈന കടലിൽ ചൈന നേരിടുന്ന അപ്രതീക്ഷിത വെല്ലുവിളിയാണ് നാലാമത്തേത്. പ്രായോഗിക ബുദ്ധിയും 4.5 വർഷം നീണ്ട സംഘർഷത്തിന് ശേഷം യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഒത്തുതീർപ്പിന് ഇന്ത്യയും ചൈനയും നേരത്തെ തയ്യാറായിരുന്നു. ബ്രിക്സ് ഉച്ചകോടിക്ക് തൊട്ടു മുമ്പാണ് ഈ പ്രഖ്യാപനമുണ്ടായത്. അതിർത്തിയിൽ തർക്കം ബാക്കി നിന്ന ഡെംചോക്ക്, ഡെസ്പാങ് സമതലം എന്നിവിടങ്ങളിൽ നിന്ന് പിന്മാറി പെട്രോളിംഗ് പുനരാരംഭിക്കാനുള്ള തീരുമാനം നടപ്പിലായിരുന്നു. ഗാൽവാൻ താഴ്വരയിൽ 2020-ലാണ് ഇരു രാജ്യങ്ങളിലെയും പട്ടാളക്കാർ ഏറ്റുമുട്ടിയത്. നമ്മുടെ 20 ജവാന്മാർ വീരമൃത്യു വരിച്ചപ്പോൾ ചൈനീസ് പക്ഷത്ത് 40ഓളം പേർ മരിച്ചുവെന്നാണ് കണക്കാക്കുന്നത്. ചൈന സമ്മതിക്കുന്നില്ലെങ്കിലും പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ വഷളായിരുന്നു.